ഹായ് ഫ്രണ്ട്സ്, ഇംഗ്ലീഷിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇംഗ്ലീഷിലെ പുതിയൊരു പാഠമാണ് നോക്കുന്നത്. ദ ടൈഗർ ഇൻ ദ ടണൽ എന്ന് പറയുന്ന പുതിയ ചാപ്റ്ററാണ് ഇന്ന് എടുക്കുന്നത്. ദ ടൈഗർ ഇൻ ദ ടണൽ. ദ നൈറ്റ് ഈസ് ഡാർക്ക് ആൻഡ് സൈലന്റ്. A young boy and his father are alone in a hut in the middle of the jungle. Soon the father leaves his son alone and goes out into the jungle. Where does he go and why? The night is dark and silent. രാത്രി ഇരുട്ടും നിശബ്ദതയും നിറഞ്ഞതായിരുന്നു. A young boy and his father are alone in a hut in the middle of the jungle. ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു കുട്ടിയും അവൻ്റെ അച്ഛനും ഒരു കാടിൻ്റെ നടുവിലുള്ള ഒരു കുടിലിലായിരുന്നു അവർ താമസിച്ചിരുന്നത്. Soon the father leaves his son alone and goes out in the jungle. താമസിയാതെ അച്ഛൻ മകനെ തനിച്ചാക്കിയിട്ട് എന്ത് ചെയ്യാണ്? കാട്ടിലേക്ക് പോവാണ്. Where does he go and why? അയാൾ എവിടേക്കാണ് പോകുന്നത്, എന്തുകൊണ്ടാണ് പോകുന്നത്? അതാണ് നമ്മൾ ഈ ഒരു സ്റ്റോറിയിൽ നമ്മൾ നോക്കുന്നത്. Section 1. Tembu, the boy, opened his eyes in the dark and wondered if his father was ready to leave the hut on his nightly errand. തെമ്പു എന്ന് പറയുന്ന കുട്ടി ഇരുട്ടിൽ കണ്ണു തുറന്നു. ഓപ്പൺ ഹിസ് ഐസ് ആൻഡ് വണ്ടർഡ് ഇഫ് ഹിസ് ഫാദർ വാസ് റെഡി ടു ലീവ് ദ ഹട്ട് ഇൻ ഹിസ് നൈറ്റ്ലി എറാൻഡ്. അവൻ്റെ അച്ഛൻ എന്ത് ചെയ്യാണ്? ജോലിക്കായിട്ട് പോകാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തയ്യാറായി നിൽക്കുകയാണെന്ന് അവൻ ചിന്തിച്ചു. കണ്ണ് തുറന്നു നോക്കുമ്പോൾ കാണുന്നത്, there was no moon that night and the deathly stillness of the surrounding jungle was broken only occasionally by the shrill cry of a cicada. Sometimes from far off came the hollow hammering of a woodpecker carried along on the faint breeze. There was no moon that night. ആ രാത്രിയിൽ ചന്ദ്രനൊന്നും ഉണ്ടായിരുന്നില്ല, ചന്ദ്രന്റെ വെളിച്ചമൊന്നുമില്ല. ആൻഡ് ദ ഡെത്ത്ലി സ്റ്റിൽനെസ് ഓഫ് ദ സറൗണ്ടിങ് ജംഗിൾ വാസ് ബ്രോക്കൺ ഓൺലി ഒക്കേഷണലി ബൈ ദ ഷ്രിൽ ക്രൈ ഓഫ് എ സിക്കാഡ. ആ ഒരു ചുറ്റുമുള്ള കാടിൻ്റെ ആ നിശബ്ദതയിൽ എന്താ പറയുക, ഭയാനകമായിട്ടുള്ള സിക്കാഡയുടെ ഭയാനകമായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. സൈലൻ്റായി നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് സിക്കാഡയുടെ സൗണ്ട് മാത്രമാണ് അപ്പോൾ കേൾക്കുന്നത്. സംടൈംസ് ഫ്രം ഫാർ ഓഫ് കെയിം ദ ഹോളോ ഹാമറിങ് ഓഫ് എ വുഡ് പെക്കർ. ചിലപ്പോൾ ദൂരെ നിന്ന് ഒരു വുഡ് പെക്കർ, ഒരു മരംകൊത്തിയുടെ ഒരു സൗണ്ടും കേൾക്കാം. ക്യാരിഡ് അലോങ് ഓൺ ദ ഫെയിൻറ്റ് ബ്രീസ്. നേരിയ കാറ്റിൽ അതിങ്ങനെ കേൾക്കുന്നുണ്ട്. Or the grunt of a wild boar could be heard as he dug up a favorite root. അത് മാത്രമല്ല, പിന്നെന്താണ് കേൾക്കുന്നത്? ഒരു വൈൽഡ് ബോർ അതെന്ത് ചെയ്യുക ചെയ്യുന്നത്? ഒരു റൂട്ട്, അതിന് ഇഷ്ടപ്പെട്ട ഒരു റൂട്ട് ഡങ്ക്, അത് കുഴിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ബട്ട് ദീസ് സൗണ്ട്സ് വേർ റെയർ ആൻഡ് ദ സൈലൻസ് ഓഫ് ദ ഫോറസ്റ്റ് ഓൾവേസ് റിട്ടേൺ ടു സ്വാലോ ദം അപ്പ്. അത് മാത്രമല്ല, അതത് കുഴിച്ചെടുക്കുന്ന സമയത്ത് അതിൻ്റെ മുരൾച്ച കേൾക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ശബ്ദങ്ങളൊക്കെ എന്താ ചെയ്യാണ്? ഒരു അപൂർവ ശബ്ദങ്ങളായിട്ട് അവർക്ക് കേൾക്കുകയാണ്, ഒരു റയർ സൗണ്ടുകളായിട്ട് അവനിങ്ങനെ കേൾക്കുകയാണ്. ആൻഡ് ദ സൈലൻസ് ഓഫ് ദ ഫോറസ്റ്റ് ഓൾവേസ് റിട്ടേൺ ടു സ്വാലോ ദം അപ്പ്. ആ കാടിൻ്റെ നിശബ്ദത അപ്പോഴും എന്ത് ചെയ്യാണ്? ഈ ഒരു സൗണ്ടിനെയൊക്കെ സ്വാലോ, വിഴുങ്ങി നിൽക്കുന്ന പോലെയാണ് അവന് തോന്നിയത്. വാൽഡിയോ ദ വാച്ച്മാൻ വാസ് എവൈക്ക്. വാൽഡിയോ എന്ന് പറയുന്ന വാച്ച്മാൻ എന്ത് ചെയ്തു? ഉണർന്നു. ഹി സ്ട്രെച്ച്ഡ് ഹിംസെൽഫ് സ്ലോവ്ലി അൺവൈൻഡിങ് ദ ഹെവി ഷോൾ ദാറ്റ് കവേർഡ് ഹിം. ഇറ്റ് വാസ് ക്ലോസ് ഓൺ മിഡ് നൈറ്റ് ആൻഡ് ദ ചിൽ എയർ മെയ്ഡ് ഹിം ഷിവർ. അയാൾ എഴുന്നേറ്റ് അയാൾ എന്താ പറയുക, പുതച്ചിരുന്ന ഒരു ഷോള് പതുക്കെ അയാൾ അഴിച്ചു മാറ്റി. ഇറ്റ് വാസ് ക്ലോസ് ഓൺ മിഡ് നൈറ്റ് ആൻഡ് ദ ചിൽ എയർ മെയ്ഡ് ഹിം ഷിവർ. ആ ഒരു സമയത്ത് ഒരു അർദ്ധരാത്രി, മിഡ് നൈറ്റ് ആണ് സമയം. അപ്പോൾ ആ ഒരു സമയത്ത് അയാളെ ആ ഒരു തണുത്ത കാറ്റ് അയാളെ എന്താണ് വിറപ്പിച്ചു. ഷിവർ എന്ന് പറഞ്ഞാൽ വിറയ്ക്കുക, ഒരു വിറപ്പിച്ചു എന്നാണ് പറയുന്നത്. ദ സ്റ്റേഷൻ, എ സ്മോൾ ഷാക്ക് ബാക്ക്ഡ് ബൈ ഹെവി ജംഗിൾ, വാസ് എ സ്റ്റേഷൻ ഇൻ നെയിം ഓൺലി. ആ കനത്ത
കാടിൻ്റെ അല്ലെങ്കിൽ ഒരു ഭയാനകമായ കാടിൻ്റെ പിൻബലമുള്ള ഒരു ചെറിയ ഒരു കുടില് പോലെയുള്ളതായിരുന്നു അയാളുടെ ഒരു സ്റ്റേഷൻ എന്ന് പറയുന്നത്. Station in name only, for trains only stop there, if at all, for a few seconds before entering the deep cutting that led to the tunnel. Most trains merely slow down before taking the sharp curve before cutting. ഒരു തുരങ്കമാണ് ആ സ്റ്റേഷൻ എന്ന് പറയുന്നത്. തുരങ്കത്തിന്റെ മുന്നിലാണ്. ആ തുരങ്കത്തിന് എന്ത് ചെയ്യാണ്, അതിനുള്ളിലേക്കുള്ള ഒരു ആഴം, അതെന്താണ്, അതിനു മുന്നേ ഉള്ളതാണ്. അതിനു മുന്നിൽ പ്രവേശിക്കുന്ന, തുരങ്കത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നേ ആണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ഒരു തുരങ്കമുള്ളത്. അപ്പോൾ ട്രെയിനുകളൊക്കെ എന്ത് ചെയ്യാണ്, കുറച്ച് സമയം അവിടെ നിർത്തിയിടും. എന്നാൽ പക്ഷെ മിക്ക ട്രെയിനുകൾ എന്താണ്, വേഗത കുറച്ചുകൊണ്ട് മെല്ലെ അതിനുള്ളിലേക്ക് കയറി പോവുകയും ചെയ്യും. ഷാർപ്പ് കർവ് ബിഫോർ കട്ടിങ്. Baldio was responsible for signaling whether or not the tunnel was clear of obstruction, and his manual signal stood before the entrance. ആ തുരങ്കത്തിൽ തടസ്സങ്ങളൊന്നുമില്ല എന്നുള്ള സൂചന നൽകേണ്ടത് നമ്മുടെ ബാൽഡിയോയുടെ ചുമതലയാണ്. And his manual signal stood before the entrance. At night, it was his duty to see that the lamp was burning and the overland mail passed through the safely. "Shall I come too, father?" asked Tembu sleepily, still lying in a huddle in a corner of the hut. അപ്പം ആ ഒരു സമയത്ത് ആ ഒരു തുരങ്കത്തിൻ്റെ മുന്നിൽ ഇയാൾ നിൽക്കും. എന്നിട്ട് രാത്രിയിൽ വിളക്ക് കത്തിച്ച് എന്ത് ചെയ്യാണ്, സിഗ്നൽ കാണിക്കുകയാണ് ചെയ്യുന്നത്. സിഗ്നൽ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് അയാൾ റെഡിയായി നിൽക്കണം. ആ സമയത്ത് നമ്മുടെ ടെമ്പു എന്ത് ചെയ്യാണ്, പെട്ടെന്ന് എണീറ്റുകൊണ്ട് ഉറക്കത്തിൽ നിന്ന് എണീറ്റ് ചോദിക്കുകയാണ്, ഞാനും വരട്ടെ അച്ഛാന്ന് ചോദിക്കുകയാണ്. സ്റ്റിൽ ലൈങ് ഇൻ എ ഹഡിൽ ഇൻ എ കോർണർ ഓഫ് ദി ഹട്ട്. ആ കുടിലിൻ്റെ എന്താണ് മൂലയിൽ ഇങ്ങനെ ടെമ്പു എന്ത് ചെയ്യാണ്, കിടക്കുകയായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് അവൻ പെട്ടെന്ന് എന്ത് ചെയ്യണം, ആ കോർണറിൽ നിന്ന് എണീറ്റുകൊണ്ടാണ് അവന് ചോദിക്കുന്നത്. "No, it is cold tonight. Do not get up." അച്ഛൻ പറഞ്ഞു, വേണ്ട, ഇന്ന് രാത്രി എന്താണ്, നല്ല തണുപ്പാണ്, നീ കിടന്നെഴുന്നേൽക്കണ്ട എന്ന് പറഞ്ഞു. Tembu, who was 12, did not always sleep with his father at the station, for he had also to help in the home, where his mother and small sister were usually alone. ടെമ്പു ഒരു 12 വയസ്സുള്ള ഒരു കുട്ടിയാണ്. അവനെന്താണ്, ഡിഡ് നോട്ട് ഓൾവേസ് ലിവ് വിത്ത് ഹിസ് ഫാദർ അറ്റ് ദ സ്റ്റേഷൻ. അവൻ്റെ അച്ഛനോടൊപ്പം സ്റ്റേഷനിലേക്ക് പോകാൻ കഴിയില്ല. കാരണം ഇവിടെ എന്താണ്, വീട്ടിൽ അമ്മയും സഹോദരിയും ഒക്കെ ഉണ്ട്. അപ്പോൾ അവരെ സഹായിക്കണം, അവരൊറ്റയ്ക്കാകും ആ ഒരു സമയത്ത്. അപ്പോൾ അവരെ സഹായിക്കണം. സോ അവൻ എന്ത് ചെയ്യാന്നില്ല, അച്ഛൻ്റെ കൂടെ പോകുന്നില്ല. They lived in a small tribal village on the outskirts of the forest, about 3 miles from the station. ആ ഒരു സ്റ്റേഷനിൽ നിന്ന് 3 മൈൽ അകലെയുള്ള കാടിൻ്റെ ഉള്ളിലാണ് എന്ത് ചെയ്യുന്നത്, ഒരു ചെറിയൊരു ട്രൈബൽ വില്ലേജിലാണ്, ഒരു ആദിവാസി ഗ്രാമത്തിലാണ് അവർ താമസിച്ചിരുന്നത്. And their small rice fields did not provide them with more than a bare living, and Baldio considered himself lucky to have got the job of Galassi at this small wayside signal stop. അപ്പോൾ ആ ഒരു സമയത്ത് അവരുടെ വീടിൻ്റെയൊക്കെ ചെറിയ നെൽപ്പാടങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് മാത്രമാണ് അവർക്കൊരു പച്ചയായ ഒരു അവരുടെ ഒരു ലൈഫിൽ അല്ലെങ്കിൽ അവരുടെ ഒരു ജീവിതത്തിൽ ഒരു നല്ലൊരു ചിത്രം അവർക്ക് അവരുടെ വീടിനടുത്തുള്ള ഒരു ചെറിയ നെൽപ്പാടത്തിൻ്റെ ചിത്രം മാത്രമാണ് പറയാനുണ്ടായിരുന്നത്. അതുമാത്രമല്ല, അവർക്ക് ഈ ഒരു വഴിയോരത്തുള്ള ഈ ഒരു ചെറിയ സിഗ്നൽ സ്റ്റോപ്പിൽ ഗലാസിയുടെ ജോലി ലഭിച്ചത് ഭാഗ്യമായിട്ടാണ്. അതായത് ഇങ്ങനെയൊരു എന്താ പറയുക, അവിടെ തുരങ്കത്തിൽ വാച്ച്മാനായിട്ട് ജോലി ലഭിക്കുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, അയാൾ കരുതിയിരിക്കുന്നത്. Still drowsy, Baldio groped for his lamp in darkness, then fumbled about in search of matches. When he had produced a light, he felt the hunt, closed the door behind him, and set off along the permanent way. Tembu had fallen asleep again. അപ്പോഴെന്ത് ചെയ്യാണ്, ഉറക്കച്ചടവോടെ എന്ത് ചെയ്യാണ്, ബാൽഡിയോ ഇരുട്ടിൽ തൻ്റെ വിളക്കും തേടിയിട്ട് നടന്നു പോവുകയാണ്. പിന്നെ അയാൾ സെർച്ച് ഓഫ് മാച്ചസ്, അവിടെ
എന്താണ് മാച്ചസുകളൊക്കെ സെർച്ച് ചെയ്യുന്നുണ്ട്, വിളക്ക് നോക്കുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യാണ്, വെൻ ഹി ഹാഡ് പ്രൊഡ്യൂസ്ഡ് എ ലൈറ്റ് ഹി ഫെൽ ദ ഹണ്ട്. അങ്ങനെ വെളിച്ചം, അതായത് വിളക്ക് കത്തിക്കുകയും അയാൾ നടന്ന് കുടിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്യാണ്. ക്ലോസ് ദ ഡോർ ബിഹൈൻഡ് ഹിം ആൻഡ് സെറ്റ് ഓഫ് അലോങ് ദ പെർമനന്റ് വേ. എന്നിട്ട് എന്ത് ചെയ്യണം, വാതിലടച്ച് അയാൾ സാധാരണ നടന്നു പോകുന്ന വഴിയിലൂടെ അയാൾ യാത്ര തുടർന്നു. ടെമ്പു ഹാഡ് ഫാളൻ അസ്ലീപ് എഗെയിൻ. ആ സമയത്ത് എന്ത് ചെയ്യാണ്, ടെമ്പു വീണ്ടും അവിടെ കിടന്നിട്ട് വീണ്ടും ഉറങ്ങാൻ നോക്കുകയാണ്. At midnight, Baldio goes out of his hut into the thick forest. The jungle is full of dangerous animals, but Baldio has a job to do and it is important. നല്ല അർദ്ധരാത്രിയാണ് സമയം. അയാൾ എന്ത് ചെയ്യാണ്, തൻ്റെ കുടിലിൽ നിന്ന് അയാൾ പുറത്തോട്ട് വന്നിരിക്കുകയാണ്, കാടിനുള്ളിലേക്ക് പോവുകയാണ്. നല്ല തിക്കായിട്ടുള്ള കാടാണ്. ദ ജംഗിൾ ഈസ് ഫുൾ ഓഫ് ഡേഞ്ചറസ് അനിമൽസ്. അതിനുള്ളിൽ നിറയെ അപകടകാരികളായിട്ടുള്ള മൃഗങ്ങൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ആൻഡ് ബട്ട് ബാൽഡിയോ ഹാസ് എ ജോബ് ടു ഡു ആൻഡ് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. പക്ഷെ ബാൽഡിയോയ്ക്ക് അയാളുടെ ജോലി ഇമ്പോർട്ടൻ്റ് ആണ്. സോ അത് ചെയ്യാൻ വേണ്ടി അയാൾ പോകൽ നിർബന്ധമാണ്. ബാൽഡിയോ വണ്ടർഡ് വെദർ ദ ലാമ്പ് ഓൺ ദ സിഗ്നൽ പോസ്റ്റ് വാസ് സ്റ്റിൽ അലൈറ്റ്. ഇപ്പോൾ സിഗ്നൽ പോസ്റ്റിൻ്റെ വിളക്ക് ഇപ്പോഴും കത്തുന്നുണ്ടാവോ എന്നുള്ളത് എന്ത് ചെയ്യാണ്, ബാൽഡിയോ ഇങ്ങനെ ചിന്തിക്കുകയാണ്. Gathering his shawl closer about him, he stumbled on, sometimes along the rails, sometimes along the bullets. He longed to get back to his warm corner in the hut. ആ ഒരു സമയത്ത് തൻ്റെ ഷാൾ എന്ത് ചെയ്യാണ്, അയാൾ അടുപ്പിച്ച് പിടിച്ച് അയാൾ ശരീരത്തിലൂടെ പുതച്ചുകൊണ്ട് എന്ത് ചെയ്യാണ്, നടക്കുകയാണ്. ചിലപ്പോൾ പാളത്തിലൂടെയും ചിലപ്പോൾ ബാലസ്റ്റിലൂടെയും ഒക്കെ അയാൾ എന്ത് ചെയ്യുന്നുണ്ട്, നടക്കുന്നുണ്ട്. തൻ്റെ വീട്ടിലേക്ക് എന്ത് ചെയ്യാണ്, ഹി ലോങ് ടു ഗെറ്റ് ബാക്ക് ടു ഹിസ് ഫാം കോർണർ ഇൻ ഹിസ് ഹട്ട്. തൻ്റെ വീട്ടിലേക്ക് എത്രയും വേഗം തൻ്റെ ജോലി കഴിഞ്ഞ് തിരിച്ചു എത്തണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് അയാൾ എന്ത് ചെയ്യുന്നത്, നടക്കുന്നത്. ദി എയർനെസ് ഓഫ് ദ പ്ലേസ് വാസ് ഇൻക്രീസ്ഡ് ബൈ ദ നൈബറിംഗ് ഹിൽസ് വിച്ച് ഓവർ ഹങ് ദ മെയിൻ ലൈൻ ത്രട്ടനിങ്ലി. On entering the cutting with its sheer rock walls towering high above the rails, Baldio could not help thinking about the wild animals he might encounter. He had heard many tales of the famous tunnel tiger, a man-eater which was supposed to frequent this spot. He hardly believed these stories, for since his arrival at this place a month ago, he had not seen or even heard a tiger. ആ ഒരു സമയത്ത് ആ ഒരു പ്രധാനപ്പെട്ട ആ ഒരു തുരങ്കം, ആ തുരങ്കത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് കുന്നുകളും ഒക്കെ കാണുന്നുണ്ട്. എന്ത് ചെയ്യണം, ഭീഷണിപ്പെടുത്തുന്ന രീതിയിലാണ് അതിൻ്റെ ചിത്രം കാണുന്നത്. ത്രട്ടണിങ് എന്നാ പറയുന്നത്. ആ സ്ഥലത്തിൻ്റെ ഒരു വിചിത്രത വർദ്ധിപ്പിക്കുന്ന രീതിയിലാണ് എന്ത് ചെയ്യുന്നത് അവിടെ പറയുന്നത്. അതുമാത്രമല്ല, പാളങ്ങൾക്ക് മുകളിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഉയർന്നു നിൽക്കുന്ന പാറക്കെട്ടുകളും കാണുന്നുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത്. പിന്നെ അതുമാത്രമല്ല, അയാൾ ചിന്തിക്കുകയാണ്, താൻ ഇതിൻ്റെ ഉള്ളിലേക്ക് ചെല്ലുന്ന സമയത്ത് മൃഗങ്ങൾ ഉണ്ടാകുമോ, വന്യമൃഗങ്ങളെ കുറിച്ചൊക്കെ എന്താ ചെയ്യണം, അയാൾക്ക് ചിന്തിക്കാതിരിക്കാൻ കഴിയുന്നില്ല. കാരണം അത്രയും ഭയാനകമായിട്ടുള്ള ഒരു കാടാണ് അവിടെ കാണുന്നത്. ഈ ഒരു അയാൾ നിൽക്കുന്ന ആ ഒരു തുരങ്കത്തിൻ്റെ അവിടെ, ആ കാടിൻ്റെ അവിടെ പതിവായിട്ടൊരു കടുവ, ഒരു നരഭോജി കടുവ എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട് എന്നുള്ള കഥകളൊക്കെ അയാൾ പതിവായിട്ട് കേട്ടിരുന്നു. ഈ ഒരു മാസം മുമ്പ് അദ്ദേഹം എന്ത് ചെയ്യാണ്, ഇപ്പം അവിടെ എത്തിയ ശേഷം എന്ത് ചെയ്യുന്നില്ല, അയാളിപ്പോൾ ആ കഥകളൊന്നും വിശ്വസിക്കുന്നില്ല. കാരണം കടുവയെ അയാൾ കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും. അപ്പോൾ അയാൾ എന്ത് ചെയ്യാണ്, അതൊക്കെ പറഞ്ഞത് വെറുതെ ആയിരിക്കും എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് അയാൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ നടന്നു പോവാണ്. There had of course been panthers. The only few days ago the villagers had killed one with their spears and axes. Baldio had occasionally heard the swaying of a panther calling to its mate, but they had not come near the tunnel or shed. അപ്പോൾ അയാൾ എന്ത് ചെയ്യണേ, പാന്തറുകളൊക്കെ അയാളുടെ കയ്യിലുണ്ടായിരുന്നു. കുറച്ച് ദിവസം മുമ്പ് ഈ ഗ്രാമത്തിലെ ആളുകൾ കുന്തങ്ങളും മഴുവൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു കടുവയെ കൊന്നിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ബാൽഡിയോ എന്ത് ചെയ്യാണ്, ഇടയ്ക്കിടെ ആ പാന്തർ മുറക്കുന്നത്, പാന്തർ മുറുക്കിയിട്ട് എന്ത് ചെയ്യാണ്, വിളിക്കുന്ന സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. പക്ഷേ അയാൾ ആ ഷെഡിൻ്റെ അടുത്തേക്കോ അല്ലെങ്കിൽ തുരങ്കത്തിന് അടുത്തേക്കോ എത്തിയിട്ടില്ലായിരുന്നു ആ ഒരു സമയത്ത്.
Baldur walked confidently for being a tribal himself. He was used to jungle and its ways. Like his forefathers, he carried a small axe, fragile to look at but deadly when in use. ഒരു എന്താ പറയുക, ട്രൈബൽ ആയതുകൊണ്ട് തന്നെ അയാൾക്ക് എന്താണ് വല്ലാത്തൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. കാട്ടിലെ വഴികളും ഒക്കെ അയാൾക്ക് പരിചിതമായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ അയാൾ എന്ത് ചെയ്യാണ്, ആ ഒരു ആത്മവിശ്വാസത്തോടു കൂടി കയ്യിലൊരു ചെറിയ കോടാലിയുമായിട്ട് ഒരു സ്മോൾ ആക്സ് അതുമായിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, നടക്കുന്നത്. He prided himself in his skill in wielding it against wild animals. He had killed a young boar with it once, and the family had feasted on the flesh for 3 days. The axe head of pure steel, thin but ringing true like a bell, had been made by his father over a charcoal fire. This axe was part of himself, and wherever he went, be it to the local market 7 miles away or to a tribal dance, the axe was always in his hand. Occasionally, an official who had come to the station and offered him good money for the weapon, but Baldur had no intention of parting with it. വന്യമൃഗങ്ങൾ അയാൾ കാണുന്നുണ്ട്. സോ ആ എന്താ പറയുക, വന്യമൃഗങ്ങളെ അയാളെ ഒന്നും ചെയ്യൂല, അല്ലെങ്കിൽ ആയുധം പ്രയോഗിച്ചിട്ട് അയാൾക്ക് എന്ത് ചെയ്യാം, അയാളുടെ കയ്യിലുള്ള ആയുധം പ്രയോഗിച്ചിട്ട് അതിനെ കീഴ്പ്പെടുത്താം എന്നൊക്കെ അയാൾക്ക് എന്ത് ചെയ്യാണ്, ചിന്തിച്ചുകൊണ്ടാണ് അയാൾ നടക്കുന്നത്. അപ്പോൾ തനിക്ക് അതിലൊക്കെ ഒരു വൈദഗ്ധ്യമുണ്ട്, അല്ലെങ്കിൽ എന്താണ്, തനിക്ക് അതിൽ കഴിവുണ്ട് എന്നൊരു അഭിമാനത്തോടു കൂടി അയാൾ നടക്കുകയാണ്. കാരണം അയാൾ ഒരിക്കലും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഹി ഹാഡ് കിൽഡ് എ യങ് ബോർ, ഒരു കാട്ടുപന്നി അയാൾ കൊന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇറച്ചി ഒരു 3 ദിവസം അയാളുടെ കുടുംബം കഴിച്ചിരുന്നു എന്നൊക്കെ അയാൾ പറയുന്നുണ്ട്. അപ്പം അതിലൊക്കെ അഭിമാനിച്ചുകൊണ്ടാണ് അയാൾ എന്ത് ചെയ്യുന്നത്, നടക്കുന്നത്. ദെൻ നെക്സ്റ്റ് എന്ത് പറയുന്നു, this axe was part of himself, and wherever he went, be it to the local market 7 miles away or to a tribal dance, the axe was always in his hand. അയാളുടെ ഈ ഒരു ആക്സ്, ആ ഒരു കോടാലി എന്ന് പറയുന്നത് അയാളുടെ തന്നെ ഒരു ഭാഗമായിട്ട് അയാൾ കരുതി ഒപ്പം കൊണ്ട് നടക്കുകയാണ്. 7 മൈൽ അകലെയുള്ള ഒരു മാർക്കറ്റിലേക്കോ അല്ലെങ്കിൽ അയാളുടെ ട്രൈബലായിട്ടുള്ള നൃത്തം കാണാനോ പോകുന്നിടത്തെല്ലാം അയാൾ എന്ത് ചെയ്യും, ഈ ആക്സും കൈ പിടിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അയാൾ പോകുന്നത്. Then occasionally an official who had come to the station had offered him good money for the weapon, but Baldur had no intention of parting with it. ഇടയ്ക്കിടെ സ്റ്റേഷനിൽ വന്ന ഒരു ഉദ്യോഗസ്ഥൻ അയാൾ എന്ത് ചെയ്താണ്, ആ ഒരു ആക്സിന് ഒരു നല്ലൊരു തുക അയാൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ബാൽഡിയോ എന്ത് ചെയ്തില്ല, അത് കൊടുക്കാൻ വേണ്ടിയിട്ട് സമ്മതിച്ചില്ല. അയാൾ അത് എന്ത് ചെയ്തു, അയാളുടെ ഭാഗമാക്കിയിട്ട് അയാൾ സൂക്ഷിച്ചുകൊണ്ട് നടക്കുകയാണ്. അയാൾക്കൊരു ഹെൽപ്പ് ആകും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടു കൂടി അത് കൈ പിടിച്ചുകൊണ്ടാണ് അയാൾ നടക്കുന്നത്. The cutting curved sharply, and in the darkness the black entrance to the tunnel looked up menacingly. The signal light was out. Baldur set to work to haul the lamp down by its chain. If the oil had finished, he would have to return to the hut for more. The mail train was due in 5 minutes. Cutting ഒരു കുത്തനെ വളഞ്ഞിട്ടുള്ള ഒരു cutting curved sharply, and in the darkness the black entrance to the tunnel looked up menacingly എന്നാ പറയുന്നത്. ആ ഒരു പ്രവേശന കവാടം ഭയാനകമായിട്ട് തോന്നുകയാണ് അയാൾക്ക്. മുകളിലേക്ക് നോക്കുമ്പോൾ അയാൾക്ക് തോന്നണം ഭയാനകമാണ് ഈ തുരങ്കത്തിൻ്റെ ആ ഒരു എൻട്രൻസ് എന്നുള്ളത് തോന്നി. ദ സിഗ്നൽ ലൈറ്റ് വാസ് ഔട്ട്, സിഗ്നൽ ലൈറ്റ് ഇപ്പോൾ അണഞ്ഞിട്ടുണ്ട്. Baldur set to work to hold the lamp down by its chain. ഇപ്പോൾ അയാൾ എന്ത് ചെയ്യാണ്, തൻ്റെ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ബാൽഡിയോ ശ്രമിക്കുകയാണ്. അതിൻ്റെ വിളക്കൊക്കെ അതിൻ്റെ ചങ്ങലയിൽ വെച്ചിട്ട് ഇങ്ങനെ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് സിഗ്നൽ ലൈറ്റ്. ആൻഡ് ഇഫ് ദ ഓയിൽ ഹാഡ് ഫിനിഷ്ഡ്, അപ്പോഴേക്കും ഓയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അയാൾ ചിന്തിക്കുകയാണ് ഓയിൽ തീർന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഹി വുഡ് ഹാവ് ടു റിട്ടേൺ ടു ദ ഹട്ട് ഫോർ മോർ, തൻ്റെ വീട്ടിലേക്ക് എന്ത് ചെയ്യേണ്ടി വരും, മടങ്ങേണ്ടി വരും. ദ മെയിൽ ട്രെയിൻ വാസ് ഡ്യൂ ഇൻ 5 minutes. ഒരു ട്രെയിൻ വരാൻ ഇനി 5 മിനിറ്റ് സമയമേ ഉള്ളൂ എന്നൊക്കെ അയാൾ ഇങ്ങനെ ചിന്തിച്ച് അവിടെ നിന്നു. Once more he fumbled for his matches, then suddenly he stood still and listened. The frightened cry of a barking deer followed by a crashing sound in the undergrowth
made Baldeo hurry. There was still a little oil in the lamp, and after an instant's hesitation, he lit the lamp again and hoisted it into position. Having done this, he walked quickly down the tunnel, swinging his own lamp, so that his shadow leapt up